എയർ ഇന്ത്യയുടെ 377 നമ്പർ വിമാനത്തിലെല്ലാം ശാന്തമായിരുന്നു. പിന്നിൽ ഒരു കുഞ്ഞായി ചിരിക്കുന്നുണ്ടായിരുന്നു. പത്രങ്ങളുടെ നേരിയ ശബ്ദവും ചായക്കപ്പുകൾ തമ്മിൽ തട്ടുന്ന ശബ്ദവും കേൾക്കാം. യുവ ആർക്കിടെക്റ്റായ സാറ കണ്ണടച്ചു കിടന്നു. മനസ്സിൽ സൂര്യന്റെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന അമ്പലങ്ങളുടെ ചിത്രം അവൾ കണ്ടു. അടുത്ത സീറ്റിൽ പ്രായമായ മിസ്റ്റർ ശർമ്മ ജപമാല കയ്യിലേന്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. കോക്പിറ്റിൽ പൈലറ്റുമാർ തങ്ങളുടെ ജോലികളിൽ മുഴുകി. മുന്നിൽ അനന്തമായ നീലാകാശം പരന്നുകിടന്നു. എല്ലാം പതിവ് പോലെയായിരുന്നു. എന്നാൽ അങ്ങനെയായിരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആദ്യം നേരിയ ഒരു കുലുക്കം. അത് ചെറുതായിരുന്നതുകൊണ്ട് പലരും ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചുകൂടി ശക്തമായ ഒരു കുലുക്കം. കാപ്പി തെറിച്ചു. ആളുകളുടെ മുഖത്ത് ഒരുതരം ഭയം മിന്നിമറഞ്ഞു. വിമാനം പതിയെ വഴിമാറി പറക്കാൻ തുടങ്ങി. ക്യാപ്റ്റന്റെ ശബ്ദം കേട്ടു. ചെറിയൊരു കാറ്റിന്റെ തടസ്സം മാത്രമാണ്, പേടിക്കേണ്ട. പക്ഷേ വിമാനത്തിലെ ക്യാബിൻ ക്രൂവിന്റെ മുഖത്തെ ചിരി മാഞ്ഞുപോയിരുന്നു. പുറത്തെ ആകാശം പതിയെ ഇരുണ്ടു തുടങ്ങി. പെട്ടെന്ന് വിമാനം കുതിച്ച് താഴേക്ക് വീണു. ലൈറ്റുകൾ മിന്നിമറിഞ്ഞു. നിലവിളികൾ ഉയർന്നു. ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് തൂങ്ങിക്കിടന്നു, ഉണങ്ങിയ പൂക്കൾ പോലെ. വിമാനത്തിനുള്ളിൽ ഒരുതരം അലർച്ചകൾ. എല്ലാവരുടെയും കണ്ണുകളിലും മുഖത്തും ഭയം നിറഞ്ഞു. കോക്പിറ്റിൽ നിന്ന് അപകടസൂചന നൽകുന്ന വലിയ ശബ്ദങ്ങൾ ഉയർന്നു. പിന്നെ ഒരു നിശബ്ദത. എല്ലാം വിഴുങ്ങിക്കളയുന്ന ഭീകരമായ ഒരു നിശബ്ദത. കാടിന്റെ നടുവിൽ വിമാനം തകർന്നു കിടന്നു. ചിറകുകൾ ഒടിഞ്ഞിരിക്കുന്നു. ജീവിതങ്ങൾ തകർന്നുപോയിരിക്കുന്നു. ഒരു കാലത്ത് ആകാശത്ത് അഭിമാനത്തോടെ പറന്ന ആ വലിയ യന്ത്രം ഇപ്പോൾ പച്ച നിറമുള്ള കാട്ടിൽ അപ്രത്യക്ഷമായ ഒരു ഇടിമുഴക്കം മാത്രമായി മാറി. പുക ഉയർന്നു. പക്ഷികൾ പതിയെ തിരികെ പറന്നുവന്നു. കാട് വീണ്ടും ശാന്തമായി. പുറംലോകം കാത്തിരുന്നു. പ്രതീക്ഷയും ഭയവും ഇടകലർന്ന നിമിഷങ്ങൾ. പിന്നീട് അവർ തിരച്ചിൽ തുടങ്ങി. ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ടു പറന്നു. സൈന്യം കാടുകളിലൂടെ അരിച്ചുപെറുക്കി. വെള്ളവും ചൂടും പ്രാണികളും എല്ലാം അവർക്ക് നേരിടേണ്ടി വന്നു. ഒടുവിൽ ഒരു നിമിഷം, ഒരു വെളിച്ചം. മരങ്ങൾക്കിടയിലൂടെ ഒരു ലോഹക്കഷണം, ഒരു നേർത്ത നിലവിളി. അവിടെ അവർക്ക് കിട്ടിയത് തകർന്ന അവശിഷ്ടങ്ങൾ മാത്രം. തകർന്ന ലോഹം, ഒപ്പം തകർന്ന ജീവിതങ്ങളുടെ ഓർമ്മകളും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും. കാട് അവരെ സ്വന്തമാക്കി. പക്ഷേ പൂർണ്ണമായിരുന്നില്ല. ഫ്ലൈറ്റ് 377. ആ കഥ ഇപ്പോഴും നിലനിൽക്കുന്നു, ശബ്ദങ്ങളില്ലാതെ. ആ പച്ചപ്പിനുള്ളിൽ അതൊരു മാന്ത്രിക മന്ത്രം പോലെ കാടിന്റെ കാതുകളിൽ ഇന്നും മന്ത്രിക്കുന്നു. അവർ ഇവിടെ വന്നിരുന്നു.